നിഖില വിമൽ കേന്ദ്ര കഥാപാത്രമായി എത്തിയിട്ടുണ്ടായിരുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമായിരുന്നു വാഴി. വാഴി സിനിമ ഈ വരുന്ന ഒക്ടോബർ മാസം 11-നായിരിക്കും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമിൽ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ എന്നീ 5 ഭാഷകളുടെ ചിത്രം OTT റിലീസ് നടത്തുക. അന്നേ ദിവസം തന്നെ റിലീസിനെത്തിയിരിക്കുന്ന മറ്റൊരു ഹിന്ദി ചിത്രമായിരുന്നു സർഫറ. സൂര്യ നായകനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന സൂര്യപുത്ര എന്ന് പറയുന്ന തമിഴ് സിനിമയുടെ ഹിന്ദി റീമേക്കാണ് സർഫറ. അക്ഷയ് കുമാർ കേന്ദ്ര കഥാപാത്രമായ ചിത്രം ഈ വരുന്ന ഒക്ടോബർ മാസം 11 തന്നെയായിരിക്കും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് നടത്തുക. മൂന്നാമത്തെ ഒരു ചിത്രമാണ് ലോകമെമ്പാടും എല്ലാ പ്രേക്ഷകരും വളരെ ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുന്ന മൈ ഫോൾട്ട് മൂവി സീരീസിലെ രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള യുവർ ഫോൾട്ട് എന്ന് പറയുന്ന സിനിമ. യുവർ ഫോൾട്ട് എന്ന് പറയുന്ന ഈ ഒരു ചിത്രം, ഈ ഒരു സ്പാനിഷ് ചിത്രം ഇന്ത്യയിൽ OTT റിലീസ് നടത്താൻ നേരത്ത് തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ 4 ഭാഷകളിലായിരിക്കും ചിത്രം OTT റിലീസ് നടത്തുക. ഈ വരുന്ന ഡിസംബർ മാസം 27-ാം തീയതിയായിരിക്കും ചിത്രം ആമസോൺ പ്രൈം വീഡിയോസ് OTT പ്ലാറ്റ്ഫോം വഴി ഇന്ത്യയിൽ OTT റിലീസ് നടത്തുക. ജിതിൻ ലാലിൻ്റെ സംവിധാനത്തിൽ ടൊവിനോ തോമസ്, കീർത്തി ഷെട്ടി എന്നിവരിലെ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയിട്ടുണ്ടെന്ന ഏറ്റവും പുതിയ മലയാളം ഓണച്ചിത്രമായിരുന്നു ARM. അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന ചിത്രം തിയേറ്ററിലെല്ലാം ഒരു വൻ വിജയമായിരുന്നു. ചിത്രത്തിൻ്റെ OTT അവകാശങ്ങളെല്ലാം തന്നെ സ്വന്തമാക്കിയിട്ടുള്ള ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമാണ്. ചിത്രം ഈ വരുന്ന നവംബർ മാസം ആയിരിക്കും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോം വഴി OTT റിലീസ് നടത്തുക. ചിത്രം OTT റിലീസ് നടത്താൻ നേരത്ത് മലയാളത്തിൽ മാത്രമേ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ എന്നീ 5 ഭാഷകളിലും ചിത്രം OTT റിലീസ് നടത്തുന്നതായിരിക്കും. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്കിട്ട് റിലീസിനെത്തിയിട്ടുണ്ടെന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു തെക്ക് വടക്ക്. ഇപ്പോഴത്തെ ചിത്രത്തിൻ്റെ OTT അവകാശങ്ങളെല്ലാം തന്നെ വിറ്റുപോയിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ OTT അവകാശങ്ങളെല്ലാം തന്നെ സ്വന്തമാക്കിയിട്ടുള്ള ആമസോൺ പ്രൈം വീഡിയോസ് എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമാണ്. അവസാനത്തെ ഒരു അപ്ഡേറ്റാണ് എല്ലാ സിനിമാ പ്രേമികളും വളരെ ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുന്ന ദേവര എന്ന് പറയുന്ന ചിത്രത്തിൻ്റേത്. കൊരട്ട ശിവയുടെ സംവിധാനത്തിൽ ജൂനിയർ NTR കേന്ദ്ര കഥാപാത്രമായി എത്തിയിട്ടുണ്ടെന്ന ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമെന്ന് ദേവര. 300 കോടി ബഡ്ജറ്റിൽ ഒരുങ്ങിയ ചിത്രത്തിൻ്റെ OTT അവകാശങ്ങളെല്ലാം തന്നെ സ്വന്തമാക്കിയിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് OTT പ്ലാറ്റ്ഫോമാണ്. 150 കോടി എന്ന് പറയുന്ന വമ്പൻ തൂക്കിയാണ് ചിത്രത്തിൻ്റെ OTT അവകാശങ്ങളെല്ലാം നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഒരു ദേവര എന്ന് പറയുന്ന സിനിമ ഈ വരുന്ന നവംബർ മാസം തന്നെ എനിക്ക് നെറ്റ്ഫ്ലിക്സ് OTT പ്ലാറ്റ്ഫോം വഴി OTT റിലീസ് നടത്തുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ ഏതൊരു ചിത്രത്തിൻ്റെ OTT റിലീസിനെ കാത്തിരിക്കുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഏതൊരു ചിത്രത്തിൻ്റെ OTT റിലീസ് ഡേറ്റ് അറിയണമെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും.